കോതമംഗലം കളരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കെ.പി. ഗീവർഗീസ് മെമ്മോറിയൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനവും നടത്തി. കോതമംഗലത്ത് ആയുർവേദ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ കളരിക്കൽ ആയുർവേദ ആശുപത്രിയുടെ നവീകരണത്തിന്റെ ഭാഗമായി ആരംഭിച്ചതാണ് ഡോക്ടർ കെ.പി. ഗീവർഗീസ് മെമ്മോറിയൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ റീഹാബിലിറ്റേഷൻ വിഭാഗം. ആധുനിക ചികിത്സാ വിഭാഗങ്ങൾ ആയുർവേദ ചികിത്സയുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ വിഭാഗമാണിത്. ഉദ്ഘാടനം ഏലിയാസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസികളായ സഹകരിച്ചവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവയെ ബലഹീനമുള്ള നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗ്ഗസന്നിധിയിൽ കേൾക്കപ്പെട്ട് അംഗീകാര യോഗ്യമാക്കി തീർക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും നന്നേക്കും തന്നെ. ഫിസിയോതെറാപ്പി വിഭാഗം ഡോക്ടർ ജോർജ് എബ്രഹാം, ഒക്യുപേഷണൽ തെറാപ്പി ആന്റണി ജോൺ എം.എൽ.എ, ഗേറ്റ് ആൻഡ് ബാലൻസ് ട്രെയിനിംഗ് വിഭാഗം ഷിബു തെക്കുംപുറം, റോബോട്ടിക് റീഹാബിലിറ്റേഷൻ വിഭാഗം ഡോക്ടർ എ.ബി. വിൻസെന്റ്, എക്സർസൈസ് വിഭാഗം ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ, സ്പീച്ച് തെറാപ്പി വിഭാഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു എന്നിവർ ഉദ്ഘാടനം ചെയ്തു. എയർ കണ്ടീഷൻഡ് ഡീലക്സ് മുറികൾക്ക് പുറമെ ആയുർവേദ ഭക്ഷണരീതികൾക്ക് പ്രാധാന്യം നൽകി ആരംഭിച്ചിട്ടുള്ള വാത്സല്യം റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ മിനി മാത്യുവും ആയുര യോഗ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിജയൻ നങ്ങേലിയും നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ ആന്റണി ജോൺ എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് എം.പി പ്രസംഗിച്ചു. ഡോക്ടർ ഷിബു വർഗീസ് സ്വാഗതവും ഡോക്ടർ ഷീബ വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു. ആയുർവേദത്തെ സംബന്ധിച്ച് അതിൻ്റെ പാരമ്പര്യമാണ് ആയുർവേദത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ മഹത്തായ പാരമ്പര്യമാണ്. 4 തലമുറ 100 വർഷത്തിലേറെ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മഹത്തായ പ്രവർത്തന പാരമ്പര്യവുമായി തന്നെയാണ് ഷിബു ഡോക്ടർ വളരെ നല്ല നിലയിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതൊരു സംരംഭത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകവും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചുരുങ്ങിയ 8 വർഷക്കാലം കൊണ്ട് ഡോക്ടർ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ ഡോക്ടർ എന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ചെറിയ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും ഇന്ന് വളരെ നല്ല നിലയിൽ തന്നെ ചുരുങ്ങിയ 8 വർഷക്കാലം കൊണ്ട് ജനങ്ങളുടെ ആകെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിന് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നിലയിലുമുള്ള ആധുനിക സൗകര്യങ്ങൾ ചികിത്സകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കളരിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ വിപുലീകരിച്ചുകൊണ്ട് വിപുലമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇന്നു മുതൽ വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബിസിനസ് ഡെസ്ക് GTV ന്യൂസ്.